ഇതൊക്കെ ചുമ്മയാണ് ഗൈസ്. ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ബജാജിൻ്റെ വണ്ടിയിലൊക്കെ ചെയിൻ അടിക്കുന്ന പറഞ്ഞ പ്രശ്നം എപ്പോഴും വരുമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഇവിടെ ബജാജിൻ്റെ വണ്ടി കൊണ്ടൊക്കെ നന്നന്മാരെല്ലാം ചെയിൻ ടക്കെ സൗണ്ട് കേൾപ്പിച്ച് അടിച്ചടിച്ചായിരിക്കും വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം മനസ്സിലായി അത് വണ്ടിയുടെ കുഴപ്പമല്ല, അത് ഓട്ടിക്കുന്നമാരെ കുഴപ്പമാണെന്ന്. ഈ വണ്ടിയുടെ ചെയിൻ സ്ട്രോക്ക് ഇപ്പോൾ 18,000-20,000 കിലോമീറ്റർ അടിപ്പിച്ച് ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഇതിന് ഇപ്പോഴാണ് ചെറിയ ടിക് ടിക് സൗണ്ട് കേട്ട് തുടങ്ങിയത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നുകൊണ്ട് പുറത്തൊന്നും ഇറക്കില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ടിക് ടിക് സൗണ്ട് നമ്മൾ ഉടനെ തന്നെ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ അത് വണ്ടിയുടെ കുഴപ്പമില്ല, അത് ഓട്ടിക്കുന്നവന്മാരെ കുഴപ്പമാണ്. ഈ സാധനമൊന്നും പിന്നെ 1,00,000 കിലോമീറ്റർ ഒന്നും ഓടുന്നില്ല, ലൂബും അടിക്കൂല, ചെയിൻ സ്റ്റാക്കും അഡ്ജസ്റ്റ് ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ടക്ക അടിച്ചടിച്ച് തന്നെ വണ്ടി ഓടും. മര്യാദയ്ക്ക് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഇല്ലെന്ന്. അല്ലാതെ ചുമ്മാ അങ്ങും തോന്നും കേട്ടിട്ടൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാരാണ് ബജാജിൻ്റെ വണ്ടിക്ക് ചെയിനടി ഉള്ളതാണെന്ന് പറഞ്ഞു നടക്കുന്നത്. അത് ചിലവന്മാരൊക്കെ പറയുന്നേക്കണം പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അടിവരമെന്നൊക്കെ. ഇനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ തലക്കിട്ട് കൊട്ടി വെച്ചിരിക്കണം. സോ ബൈ.